പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഇവിടെ ഇന്ന് 17-ാം തീയതിയായി. 25-ാം തീയതി ക്രിസ്തുമസ് ആണ്. കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. നമുക്ക് ആത്മാവ് നമ്മുടെ ഉള്ളിൽ നൽകുന്ന പ്രേരണകൾ അനുസരിച്ച് പരിത്യാഗങ്ങൾ, ആത്മാവ് എന്തൊക്കെ ഉള്ളിൽ നൽകുന്നുണ്ടോ പരിത്യാഗങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. ഹല്ലേലൂയ. അങ്ങനെ ചിലപ്പോഴൊക്കെ നമ്മൾ വീട് പോകും. ഞാൻ ഒരു വീഴ്ച പറയാം. കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിൽ കുർബാനയ്ക്ക് പോയപ്പോൾ വികാരിച്ചൻ ഒരു ചായ എനിക്ക് തന്നു. ഞാൻ ചായ കഴിച്ചിട്ടാണ് ഞാൻ ഓർമ്മ, ദൈവമേ പാൽ ചായക്ക് നോയമ്പാണല്ലോ, അത് കഴിച്ചു പോയി. അവൻ എൻ്റെ ഉള്ളിൽ എനിക്കാണെങ്കിൽ പാൽ ചായക്ക് ഇച്ചിരി ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഞാൻ ഇനി പാൽ ചായ എടുക്കണോ, പെട്ടെന്ന് ഉള്ളിൽ ഒന്നോ അറിയാതെ പെട്ടെന്ന് കഴിച്ചു പോയതാണ്. ഞാൻ കംപ്ലീറ്റ് ആയതിനു ശേഷമാണോ അയ്യോ നോമ്പ് പോയി എന്നുള്ള ചിലപ്പോഴൊക്കെ നമുക്കിങ്ങനെ അങ്ങനെ പാടില്ല, ഇത് ശരിയല്ല. എന്നാലും അച്ഛനുണ്ടായ ഒരു പ്രലോഭനം പറയുന്നത് നോമ്പ് വീഴ്ചോളാൻ പറയുന്ന ഒരു പ്രലോഭനമായിരുന്നേ. പിന്നെ ഞാൻ കഴിച്ചിട്ടില്ല സഹോദരങ്ങളെ. അപ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് ചില വീഴ്ചകളൊക്കെ ചിലച്ചിരിക്ക് വന്നേക്കാം. എന്നാൽ ശരിയല്ല, അതൊരു ലഘുപാപമാണ്. വേണമെങ്കിൽ ലഘുപാപത്തിന് ഗണത്തിൽ പെടുത്താം. പക്ഷേ നമ്മളത് ഉപേക്ഷിക്കരുത് കേട്ടോ. നമ്മൾ വീണ് കഴിഞ്ഞ് നമ്മൾ ഉപേക്ഷിക്കരുത്, വീണ്ടും നമ്മൾ പരിശ്രമിക്കണം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഹെബ്രായ 1:2 വചനം പറയാണ്, എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അതായത് ഇത് നമ്മുടെ ഹെബ്രായ ലേഖനത്തിൻ്റെ ആരംഭത്തിലെ പ്രവാചകന്മാർ വഴിയൊക്കെ അരുൾ ചെയ്തിട്ടുണ്ട്. അതായത് ഹോസിയ പ്രവാചകൻ, ഏശയ്യ, അവസാനം യേശു നേരിട്ട് വന്നു. അതുകൊണ്ട് നമ്മൾ യേശുവിൻ്റെ വചനം, സുവിശേഷങ്ങൾ, അതുകൊണ്ടല്ലേ പഴയ നിയമത്തിനെ വ്യാഖ്യാനിക്കാനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് യേശുവിൻ്റെ ടീച്ചിങ്ങാണ്. പുതിയ നിയമമാണ്. പുതിയ നിയമത്തിൻ്റെ അഭാവത്തിൽ നമ്മൾ പഴയ നിയമം വ്യാഖ്യാനിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കുഴിയിൽ വീഴും. കാരണം ഇത് രണ്ടും പഴയത് തള്ളിക്കളയാനല്ല. എന്നാൽ പഴയതിൻ്റെ ആവശ്യമില്ല എന്നൊന്നും യേശു പറഞ്ഞില്ല. പഴയത് തള്ളിക്കളയാനല്ല, അത് പൂർത്തിയാക്കാനാണ്. അപ്പം അതിൻ്റെ പൂർത്തീകരണം യേശു ക്രിസ്തുവിലാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, യേശുവിൻ്റെ വചനത്തെ വലിയ ഗൗരവത്തോടെ ആത്മീയ ജീവിതത്തിൽ വളരുന്നവർ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ വിശുദ്ധ ബൈബിളിലെയും യേശുവിൻ്റെ പ്രബോധനങ്ങളെയും ചങ്കോട് ചേർത്തിട്ടുണ്ട്. യേശുവിൻ്റെ പ്രബോധനത്തെ ചങ്കോട് ചേർക്കാത്ത ഒരു വ്യക്തിക്കും ആത്മീയ ജീവിതം സാധ്യമല്ല. അവർക്ക് ലോകപ്രകാരം മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ അവരുടെ ആത്മാവും മരിക്കും, ശരീരവും. ദൈവമേ, ഞങ്ങൾക്ക് യേശുവിൻ്റെ പ്രബോധനത്തെ ഹൃദയം കൊണ്ട് സ്നേഹിക്കാൻ വേണ്ട കൃപ നൽകണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. എപ്പോഴും എന്നേക്കും. ആമേൻ.